നിശബ്ദനായിരുന്നു ഹനുമാൻ. അപ്പോഴാണ് ഹനുമാന്റെ വീരപരാക്രമങ്ങളെ കുറിച്ച്, അയാളുടെ ജനിച്ചപ്പോൾ തൊട്ടുള്ള സിദ്ധികളെ കുറിച്ച് ജാമ്പവാൻ പറഞ്ഞു കേൾപ്പിച്ചത്. അത് കേട്ടപ്പോൾ ഉത്തുംഗ ഗംഭീരനായി എഴുതി നിന്ന് ഹനുമാൻ സമുദ്രലംഘനം ചെയ്തു എന്നാണ് കഥ. അതായത് ഏത് പ്രോത്സാഹനവും ഏത് നല്ല വാക്കുകളും ആളുകളെ ഉത്സാഹഭരിതരാക്കും. എനിക്കും ഇതൊക്കെ കേട്ടപ്പോൾ ഒന്നും കൂടെ ഈ സ്കൂളിൽ വന്ന് പഠിപ്പിച്ചാൽ കൊള്ളാമെന്ന് പണ്ടത്തെ പോരായ്മകളൊക്കെ നികത്തിക്കൊണ്ട്, പണ്ടെന്ന് ചിലതെല്ലാം ഒരുപാട് പോരായ്മ ഉണ്ടായിട്ടുണ്ടാവാം, അതെല്ലാം നികത്തിക്കൊണ്ട് കൂടെ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്താൽ കൊള്ളാമെന്നുള്ള മോഹം. ഇത് നമ്മുടെ ജീവിതത്തിൽ മിക്കവാറും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെയാണ്. ഇപ്പൊ സുനിൽ നേരത്തെ പറഞ്ഞ പോലുള്ള സ്ഥിതിവിശേഷങ്ങളൊക്കെയാണ് നമ്മളെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വല്ലപ്പോഴും വീട് കിട്ടുന്ന ഇതുപോലത്തുള്ള സന്തോഷകരമായ സന്ദർഭങ്ങൾ, അങ്ങനൊരു സന്തോഷകരമായ സന്ദർഭം ഉണ്ടാക്കി തന്നതിന് മുൻപ് കഴിഞ്ഞ 2010 ഫെബ്രുവരിയിലാണ് 3 ദിവസം നീണ്ടുനിന്ന ഗംഭീരമായ പരിപാടി ഉണ്ടായിരുന്നു ഇവിടെ. അതായത് ഈ ഫാക്ട് ഹൈസ്കൂളിന്റെ 50ാം വാർഷികം 3 ദിവസമായിട്ട് ആഘോഷിക്കുകയുണ്ടായി. ആ ആഘോഷത്തോടനുബന്ധിച്ച് ഒരു ദിവസം ഗുരുവന്ദനം എന്നുള്ള പരിപാടി ഇവിടെ വെച്ച് തന്നെയാണ് നടന്നത്. ഞങ്ങളൊക്കെ അന്നും വന്ദിക്കപ്പെട്ടു. ഇനി അടുത്ത കൊല്ലം ഇതുപോലെ വന്ദിക്കപ്പെടും എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് എണ്ണം കുറഞ്ഞു വരുന്ന ഞങ്ങൾ. അങ്ങനൊരു അത്ഭുതം കൂടിയുണ്ട്. ഞങ്ങൾക്കൊരു സംഘടനയുണ്ട്. ഈ ഫാക്ട് സ്കൂളിലെ ജീവനക്കാരായിരുന്ന ആളുകൾക്ക് ഒരു അലിഖിതമായ, എന്നല്ലേ പറയേണ്ടത്, ഒരു ശരിക്കും ഫോം ചെയ്യാത്തതും എന്നാൽ സംഘടന എന്ന് പറയാവുന്ന ഒന്നുണ്ട്. അത് ലോകത്തിലെ ഏറ്റവും